പുതിയ ആളുകൾക്ക് എത്രത്തോളം പരീക്ഷണത്തിന് വേണ്ടി അദ്ദേഹം നിന്നു കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ ആ ഒരു ജൈത്രയാത്ര തുടരാൻ വേണ്ടി വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് എത്തുകയാണ് അല്ലേ? മമ്മൂട്ടിയുടെ പ്രസൻസ് എത്രത്തോളം മലയാള സിനിമയിൽ വലുതാണ് എന്നതിന്റെ ഉത്തമ ഉദാഹരണം ദിവിഷ, അത് നമുക്ക് ഈ ലോക സിനിമ മാത്രം നോക്കിയാൽ മതി. മൂത്തോൻ എന്ന കഥാപാത്രം ദിവിഷം കണ്ടതായിരിക്കും. ആ സിനിമ അത്ര സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ വാക്ക് മാത്രമേ ആ ഡയലോഗ് ഉള്ളൂ. അപ്പോൾ ലോക റിലീസായി അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയുണ്ടായിരുന്നു, ഇത് മമ്മൂട്ടി ആയിരിക്കാം എന്നുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് അന്ന് ദുൽഖർ സൽമാൻ തന്നെയാണ് ഹാപ്പി ബർത്ത്ഡേ മൂത്തോൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ പുറത്തുവിടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിയേറ്ററിൽ കയറുമ്പോൾ മറ്റൊരു തരം ആവേശമായിരുന്നു. കാരണം അത്ര സെക്കൻഡ്സുകൾ മാത്രമുള്ള ഒരു ക്യാമിയോ റോളായിരുന്നു. അതിന് പോലും ഇത്രത്തോളം കയ്യടി നേടുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇനി ചാപ്റ്റർ 2 ഒക്കെ വരുമ്പോഴുള്ള അവസ്ഥ? അതാണ് ആലോചിക്കുന്നത്. കാരണം ചാപ്റ്റർ 2വിന്റെ അപ്ഡേറ്റ് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ടൊവിനോയും ദുൽഖർ സൽമാനും ചേർന്നിരിക്കുന്ന ഒന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ എന്നെ സംബന്ധിച്ച് പറയുന്നത് ശരിയാണ്, ചാത്തന്മാരെ കുറിച്ചുള്ളതായിരിക്കുമെങ്കിലും മൂത്തോൻ എന്ന് പറയുന്ന കഥാപാത്രം അതിൽ നേരിട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വരുമോ എന്നുള്ളതാണ്. ആ വിധത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ കൂടുതലും ലോകയെ സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഒരുപാട് സിനിമകൾ, എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കിടക്കുന്നു. അതിനിടയിലാണ് ഇങ്ങനൊരു വലിയ ഗ്യാപ്പ് വരുന്നത്. പക്ഷേ വീണ്ടും തിരിച്ചു വരുമ്പോൾ മികച്ച കഥാപാത്രങ്ങളായിരിക്കും നമ്മൾക്ക് മുന്നിലേക്ക് ലഭിക്കുക എന്നുള്ളതിൽ യാതൊരു തർക്കവും ഉണ്ടായില്ല. മഹേഷ് നാരായൺ ചിത്രവും അത് തന്നെയായിരിക്കും. കാരണം ഒരുപാട് വലിയ താരങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സിനിമ. ഒന്ന് ലാലേട്ടനും മോഹൻലാലും തന്നെയാണ്, ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ടുണ്ട്. കടങ്കാവലിന്റെ ടീസർ ഈ അടുത്തിടയ്ക്കാണ് പുറത്തു വന്നത്. അതിലും വിനായകനോടൊപ്പം തന്നെ മമ്മൂക്കയും അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രത്തോളം പ്രതീക്ഷ നൽകുന്ന അപ്ഡേറ്റുകളാണ് നമുക്ക് പുറത്തു വരുന്നത്. ഇപ്പോൾ 7 മാസം മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. സിനിമയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ചെറിയൊരു ഗ്യാപ്പാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കുറേ അപ്ഡേറ്റുകൾ വരുമായിരുന്നു. അതേപോലെ പൊതുപരിപാടികൾ നമ്മൾ കാണുമായിരുന്നു. പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു മമ്മൂക്കയായിരുന്നു നമ്മൾ കണ്ടത്. ഈ ജന്മദിനത്തിൽ പോലും ആരാധകരൊക്കെ വീടിന് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കൊച്ചിയിലില്ലായിരുന്നു, ചെന്നൈയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ വിശ്രമത്തിലായിരുന്നു. ആ സമയത്ത് പോലും ആരാധകരെ നിരാശരാക്കിയിട്ടില്ലായിരുന്നു. വീഡിയോ കോളിലൂടെയൊക്കെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചെന്നൈ എല്ലാവരും സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. നാളെ ചിത്രീകരണം തുടങ്ങുമ്പോഴുള്ള ദൃശ്യങ്ങളൊക്കെ അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു ലൊക്കേഷനിലേക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് അധികം പ്രവേശനം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം മലയാളികൾ അത് കാണാൻ ആഗ്രഹിക്കുന്ന കൂടിയുണ്ട്. അതുകൊണ്ട് മഹേഷ് നാരായണൊക്കെ ആ കാര്യം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ആൻഡോ ജോസഫ് ഒക്കെ ഉണ്ട്. മമ്മൂട്ടി വീണ്ടും ക്യാമറയുടെ മുമ്പിൽ വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്ന, ആ സിനിമയുടെ ഭാഗമാകുന്ന കുറച്ച് ദൃശ്യങ്ങളൊക്കെ നാളെ ഒരുപക്ഷെ അണിയറക്കാർ പുറത്തുവിട്ടേക്കും. ആ സന്തോഷം ഒന്നുകൂടി ഇരട്ടിപ്പിക്കാൻ വേണ്ടി എന്തായാലും വേഗത്തിൽ ആ സിനിമ പൂർത്തിയാകട്ടെ. വേഗത്തിൽ വെള്ളിത്തിരയിലേക്ക് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക തിരികെ വരട്ടെ.